അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയ്ക്ക് വിടച്ചൊല്ലി ബംഗ്ലാദേശ്. ധാക്കയിലെത്തിയ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഖാലിദ സിയയുടെ മകനും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ആക്ടിംഗ് ചെയർമാനുമായ താരിഖ് റഹ്മാനെ കണ്ട് അനുശോചനം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അനുശോചന കത്ത് താരിഖ് റഹ്മാനെ കൈമാറിയെന്ന് ജയശങ്കർ സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു. ജാതീയ സാൻഗാദ് സാദ് ഭവനിലെ സൗത്ത് പ്ലാസയിൽ ഖാലിദ് സിയയുടെ പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. ബംഗ്ലാദേശ് മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനുസും ഇടക്കാല സർക്കാരിലെ മറ്റംഗങ്ങളും BNP നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ധാക്കയിലെ ഷോറെ ബംഗ്ലാ നഗറിൽ സിയ ഉദ്യാനിൽ ഭർത്താവ് സിയാവുർ റഹ്മാന്റെ കബറിടത്തിന് സമീപമാണ് ഖാലിദയുടെ അന്ത്യവിശ്രമം. ഖാലിദ് സിയ കാത്തുസൂക്ഷിച്ച മൂല്യവും അവരുടെ കാഴ്ചപ്പാടും നമ്മളെ മുന്നോട്ട് നയിക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു. ധാക്കയിലെ അപ്പോളോ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന ഖാലിദ് സിയ ചൊവ്വാഴ്ച പുലർച്ചെ 6 മണിക്കാണ് അന്തരിച്ചത്. നെഞ്ചിൽ അണുബാധ മൂലം നവംബർ 23-നാണ് ഖാലിദയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ലിവർ സിറോസിസ്, ആന്ത്രൈറ്റിസ്, പ്രമേഹം തുടങ്ങി നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഖാലിദ സിയ നേരിട്ടിരുന്നു. വൃക്ക, ശ്വാസകോശം, ഹൃദയം, കണ്ണുകൾ എന്നിവയെ ബാധിക്കുന്ന പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ എതിരാളിയായ ഖാലിദ് സിയ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധ്യക്ഷയാണ്. 2 തവണ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായ ഖാലിദ് സിയയെ 2018-ൽ അഴിമതി കേസിൽ ശിക്ഷിച്ചിരുന്നു. ചികിത്സയ്ക്കായി വിദേശത്ത് പോകുന്നതിനും വിലക്കുണ്ടായിരുന്നു. അതേസമയം ഖാലിദ് സിയയുടെ മരണത്തിന് പിന്നാലെ പ്രതികരണവുമായി ബംഗ്ലാദേശിൽ നിന്ന് നാടുകടത്തപ്പെട്ട എഴുത്തുകാരി തസ്ലീമ നസ്രീൻ രംഗത്തെത്തി. ജീവിച്ചിരിക്കുമ്പോൾ ഖാലിദ് സിയ തന്റെ പുസ്തകങ്ങളുടെ വിലക്കുകൾ നീക്കി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനായി നിലകൊണ്ടില്ല. ഇപ്പോൾ അവരുടെ മരണം ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കുന്നതിലേക്ക് നയിച്ചാൽ അങ്ങനെയാകട്ടെ എന്നാണ് എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ തസ്ലീമ നസ്രീൻ കുറിച്ചിരിക്കുന്നത്.